എല്ലാവർക്കും നമസ്കാരം. വളരെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കബാലിയത്ത് റൈസാണ് ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയും അതിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റൈസും അടങ്ങുന്ന ഒരു കോമ്പിനേഷനാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കബാലിയത്ത് തയ്യാറാക്കാൻ വേണ്ടി ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് അല്ലെങ്കിൽ നീളമുള്ള ബസ്മതി അരിയാണ് എടുക്കേണ്ടത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വെക്കണം. ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ കബാലിയത്തിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. നല്ലതുപോലെ ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. മണമില്ലാത്ത ഓയിലാണ് റിഫൈൻഡ് ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള നല്ലതുപോലെ വഴണ്ട് ട്രാൻസ്പെറൻ്റായി അതിൻ്റെ അളവെല്ലാം കുറഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ച് ഇഞ്ചിയോ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആയതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് പാകത്തിനുള്ള അളവായിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു മസാല ചേർക്കാം. ഗരം മസാലയോ ബിരിയാണി മസാലയോ കപ്സ മന്തി ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. മാഗിയുടെ ഇതുപോലുള്ള പാക്കറ്റിൽ 2 ക്യൂബ്സാണ് ഉണ്ടാവുക. 1 ക്യൂബ് മസാലയിലേക്കും 1 ക്യൂബ് റൈസിലേക്കും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ വഴറ്റി മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത 1 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ചെറിയ പീസായിട്ട് മുറിച്ച ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. രണ്ട് മിനിറ്റ് ചിക്കൻ അങ്ങനെ വെക്കുമ്പോഴേക്കും ഒന്ന് വൈറ്റ് കളറായിട്ടുണ്ടാവും ചിക്കൻ്റെ മുകൾ ഭാഗമൊക്കെ. ഈ സമയത്ത് ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതും 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയോ കുരുമുളക് ക്രഷ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗ്രേവിയിൽ ക്യാരറ്റിൻ്റെയും അതുപോലെ ക്യാപ്സിക്കം കുരുമുളക് പൊടിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് എപ്പോഴും മുന്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ ചിക്കൻ നല്ലതുപോലെ വെന്ത് കറക്റ്റായിട്ട് ഗ്രേവി എല്ലാം ആയിട്ടുണ്ടാവും. ചിക്കനിൽ നിന്നുള്ള ചെറിയ വെള്ളമെല്ലാം ഇറങ്ങി ഗ്രേവി നല്ലൊരു സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ടാവും. അതുപോലെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന്
ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഗ്രേവി തയ്യാറാവുമ്പോഴേക്കും റൈസ് കൂടി തയ്യാറാക്കിയെടുക്കാം. അരമണിക്കൂർ കുതിർത്തി വെച്ച റൈസ് വേവിക്കാൻ വേണ്ടി ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് കനത്തിലുള്ള പട്ട ചെറുതായിട്ടൊന്ന് മുറിച്ചതിട്ട് കൊടുക്കാം. 4-5 ഏലക്ക ചേർത്ത് കൊടുക്കാം. 5-6 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. 4 പേർക്കുള്ള റൈസാണ് തയ്യാറാക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു മസാല ചേർക്കുക. ഞാനിവിടെ കപ്സ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബിന് ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക. അരി വേവിക്കാനുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. എന്നാലും മാഗി ക്യൂബിൻ്റെ ഉപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കാൻ. കുതിർത്തി വെച്ച അരി വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക. 4 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിന് 2 കപ്പ് അരിയാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യത്തെ 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ഇളക്കി നോക്കിയാൽ ചെറിയൊരു ഒട്ടൽ തോന്നിയേക്കാം. മാഗി ക്യൂബൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു ഒട്ടൽ ഉണ്ടാവും ഈ സമയത്ത്. നല്ല ചൂടോടെ ഇരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ കുറച്ച് നേരം ഒന്ന് അടച്ച് ദം ചെയ്ത് വെച്ചാൽ ഈ ഒരു ഒട്ടലെല്ലാം മാറി ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ ഒന്നിലൊന്നിൽ പെടാതെ തന്നെ നമുക്ക് കിട്ടും. തീ ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു കഷ്ണം ഫോയിൽ പേപ്പർ മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ എയറൊന്നും പുറത്ത് പോവാതെ അടച്ച് വയ്ക്കുക. ഇതുപോലെ അല്ലാതെ സാധാരണ ബിരിയാണി എല്ലാം ദം ചെയ്യുന്നത് പോലെ മൈദ വെച്ചൊട്ടിച്ചും ദം ചെയ്തിട്ടെടുക്കുക. ഒട്ടും തന്നെ എയർ കയറാതെ നല്ലതുപോലെ ദം ചെയ്തിട്ടെടുക്കുക. 5 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം മാത്രം തുറക്കുക. അപ്പോഴേക്കും ചോറെല്ലാം നല്ല സോഫ്റ്റായി ചോറെല്ലാം ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. നല്ല ടേസ്റ്റുള്ള ഗ്രേവിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസുമാണ്. എപ്പോഴും ഇതുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അധികം ഹെൽത്തി ഒന്നുമല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്കൊരു വ്യത്യാസത്തിന് വേണ്ടി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു ഗ്രേവിയും നല്ല രുചിയുള്ളൊരു റൈസുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റൈസിൻ്റെ കൂടെ അല്ലാതെ ഈ ഗ്രേവി വേറെ എല്ലാത്തിനും നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്